മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷിതനാ. സഭയുടെ സന്താനമായിട്ട് അവൻ മാറിയിട്ടുണ്ടെങ്കിൽ ലുക്കായുടെ സുവിശേഷം 4:18. ഒരു ക്രിസ്ത്യാനി ഇത് മറന്നു പോകരുത്. മരിച്ച് ഇങ്ങനെ ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുകയാണേലും വിളിച്ച ഉടനെ പറയണം ലുക്കായുടെ സുവിശേഷം 4:18. കർത്താവിൻ്റെ മിഷൻ എന്താണെന്നാ പറയുന്ന കർത്താവ്. എന്താ കർത്താവ് പറഞ്ഞു വെച്ചത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് തന്നെയാണ് നമ്മുടെ മിഷൻ. ശ്രീ കഴിഞ്ഞ ആഴ്ചയിൽ KCBCയുടെ കീഴിൽ അവിടെ ഒരു മിഷൻ ഫോർമേഷൻ ഉണ്ട്. ആ മിഷൻ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് വിറ്റ്നസ് ഓഫ് മെർസി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരൊരു മിഷൻ സ്ഥലത്തേക്ക് പോകും. 2-3 വർഷമായിട്ട് ഞങ്ങൾ ഒറീസയിലാണ് പോകുന്നത്. ഒറീസയിൽ ഞങ്ങൾ 27 റായ്ഗഡ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞങ്ങൾ ഗുണിപ്പൂർ എന്ന് പറഞ്ഞ ആ വില്ലേജിൽ വലിയ എന്താ പറയുന്നത് ജോൾത്താർ എന്ന് പറയുന്ന ഇടവകപ്പള്ളിയുടെ കീഴിലുള്ള 27 വില്ലേജുകൾ ഞങ്ങൾ സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് കാണേണ്ട കളികളാണ്. വല്ലപ്പോഴൊക്കെ അവിടെ ഒന്ന് പോയി നമ്മൾ വസിക്കണം. നമ്മുടെ എല്ലാ പിള്ളേരെയും ഇസ്രായേലിന് വിട്ടാൽ പോരാ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഇസ്രായേലിന് പോകാൻ, IELTS പാസ്സാകാൻ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? അടുത്തത് ഇംഗ്ലണ്ടിന് പോകാൻ, UK പോകാൻ. ഇവിടെയുള്ള പിള്ളേർ മുഴുവൻ അവിടുത്തെ മനുഷ്യർക്ക് UK പോകണ്ട, ഇംഗ്ലണ്ടിനും പോകണ്ട, ഒന്നും പോകണ്ട. അവരുടെ വിശ്വാസമാണ് കാണേണ്ടത്. അവരുടെ വിശ്വാസം. അവർക്ക് വലിയ കെട്ടിടമില്ല, വലിയ പള്ളിയില്ല. പള്ളിയൊക്കെ ചിലപ്പോൾ ചില പറമ്പിലായിരിക്കും. വല്ല 2 സാരിയൊക്കെ വലിച്ചു കെട്ടി ഏതെങ്കിലും മരത്തിന് ചുവട്ടിലായിരിക്കും വിശുദ്ധ കുർബാന അർപ്പണം. പക്ഷേ ആ വിശ്വാസികൾ മുഴുവൻ അവിടെ കൂടും. അവരുടെ വിളവുകൾ ദൈവത്തിന് സമർപ്പിക്കാൻ അവർ കൊണ്ടുവരും. തലയിൽ ചാക്കുകെട്ട് കൊണ്ടുവരും നെല്ലിൻ്റെ. പിന്നെ ചിലർ കറ്റ കൊയ്ത കറ്റ. ചിലർ അവരുടെ വിഭവങ്ങൾ മുഴുവൻ കൊണ്ടുവരികയാണ്. ഒരു ദൈവത്തെ അത്രയും സ്നേഹിക്കുക. കൊച്ചുപിച്ചടച്ചവർ പള്ളിയിൽ വരികയാ. അവർക്ക് ലിപ്റ്റിക്കൊന്നും ഇടണ്ട, വലിയ വസ്ത്രധാരണമൊന്നുമില്ല. പക്ഷേ അവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ പള്ളിയിൽ പോകാൻ ഒരുക്കം തീരുമോ? കിലോമീറ്ററുകളോളം നടന്നാണ് അവരവരുടെ വിശ്വാസം പ്രഘോഷിക്കാനായിട്ട് കടന്നു വരുന്നത്. ദരിദ്ര അവസ്ഥയിലുള്ള അവരുടെ ജീവിതം. അവരുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവരോട് ഞങ്ങൾ പ്രത്യേക ഇൻറ്റൻഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്ക് അവരെല്ലാം പറയുന്ന ഇതാ: കുടുംബം അനുഗ്രഹപ്രദമാകുവാൻ, വിശ്വാസത്തെ നിലനിൽക്കുവാൻ സിസ്റ്ററെ പ്രാർത്ഥിക്കണം. ഇതല്ലാതെ അവർക്ക് വേറൊന്നുമില്ല. നമ്മളാണ് എന്നാ പറയും, എൻ്റെ കൊച്ച് IELTS 10ാമത്തെ എഴുത്താ, ഇതൊന്ന് പാസ്സാകാൻ. ചെറുക്കൻ്റെ കല്യാണം നടക്കുന്നില്ല, അതൊന്നും നടക്കാൻ ഇൻറ്റൻഷൻ ഇല്ലാത്ത അവസ്ഥ നമുക്കില്ല. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നു. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഓരോ വീട്ടിലും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഭാഷ അറിയത്തില്ല. ഭാഷയ്ക്കധീനനാണ് ദൈവം, സ്ഥലകാലങ്ങൾക്ക് അധീനനാണ് ദൈവം. നിനക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും, നിനക്ക് സ്ഥലം അറിയത്തില്ലെങ്കിലും, നിനക്ക് ദേശം അറിയത്തില്ലെങ്കിലും നിന്റെ ദൈവം നിന്നെ അവിടെ കൊണ്ട് നിർത്തും. ഒരു വീട്ടിൽ കടന്നു ചെന്നു. ഒരു കൊച്ച്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. അതിൻ്റെ ശരീരം അനങ്ങുന്നില്ല. അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഒരു സ്റ്റിഫായിട്ട് ആ കൊച്ചു കിടപ്പുണ്ട്. എന്നിട്ടും ആ അമ്മയ്ക്കൊരു നിരാശയില്ല, ഒരു വേദനയില്ല. ഒരു വേദന എന്ന് പറഞ്ഞാൽ കർത്താവിന് മുമ്പിൽ പരാതിയില്ലെന്നുള്ള ആ അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അമ്മയുടെ ഉള്ളിൽ സങ്കടം കാണുമായിരിക്കും കുഞ്ഞിങ്ങനെ. പക്ഷേ എന്തിനു വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കേണ്ടത്? ആ അമ്മച്ചി സന്തോഷത്തോടെ എന്നോട് പറയുക, ഈ കുഞ്ഞിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും. നമ്മളാണെങ്കിൽ തല്ലി അലശ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ എന്തൊരവസ്ഥയാണ്. ഒത്തിരി കുടുംബങ്ങളെ കണ്ടുമുട്ടി. പക്ഷേ അവിടെയെല്ലാം കർത്താവ് പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മലയാളം നമ്മളവിടെ ചെന്ന് നമ്മുടെ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ എത്രയോ അത്ഭുതങ്ങൾ 3 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. എത്രയോ അത്ഭുതങ്ങൾ തമ്പുരാൻ അവിടെ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഒറീസയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ക്രൈസ്തവനെ ക്രൈസ്തവനാക്കി മാറ്റുന്നത് മാമോദീസ എന്ന കുദാശയാണ്. ഇതിനെ നമ്മൾ പ്രാരംഭ കുദാശ എന്ന് വിളിക്കും. കുദാശകൾ എത്ര എണ്ണം ഉണ്ട്? 7 നമ്മൾ സ്വീകരിച്ചോ? ഇനി ഒള്ളി 1 ഒരെണ്ണം കൂടി ഉള്ളൂ അല്ലേ? ആ കുദാശയുടെ പേരെന്നാ? നിങ്ങൾ വല്ലതും വേറെ ഒക്കെ വിളിച്ചു പറഞ്ഞാൽ നാണം കേടാ. ചങ്ങനാശ്ശേരി അധിപത്യാസനത്തിലെ മക്കളാണ് നിങ്ങൾ. ഏതാ? രോഗീലേപനം. അത് സ്വീകരിച്ച ഉടനെ മരിക്കണോ? വേണ്ട. വീണ്ടും 1 നൂറ്റാണ്ടും കൂടെ ജീവിക്കാനുള്ള കൃപയും ശക്തി അതിലൂടെ ലഭിക്കണം കേട്ടോ. അല്ലാണ്ട് ഈ കുദാശ ജീവിച്ച ഉടനെ മരിച്ചു എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. അതുകൊണ്ട് പേടിച്ച് വിറച്ച് അയ്യോ കുദാശ, അത് സൗഖ്യത്തിൻ്റെ കുദാശയാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ബോധത്തോടു കൂടി തന്നെ സ്വീകരിക്കണം. ബോധത്തോടെ സ്വീകരിക്കണം. ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തിരിക്കുന്ന എല്ലാ കുറവുകളും പോരായ്മകളും ബോധപൂർവ്വം ഏറ്റുപറഞ്ഞ് തമ്പുരാനോട് മാപ്പപേക്ഷിച്ച് തമ്പുരാനെ തരുന്ന ആ സൗഖ്യം നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇനി 1 കൂടുതൽ പ്രാവശ്യം സ്വീകരിക്കാവുന്ന കുദാശ ഏതൊക്കെയാ?
വിശുദ്ധ കുർബാന, കുമ്പസാരം, പിന്നെ ഏതാ? രോഗീലേപനം. രോഗീലേപനത്തിന് സ്വീകരിക്കേണ്ട ഒരു ഇതുണ്ട്. എങ്ങനെയാ? ഒന്ന് സ്വീകരിച്ച് ഒരു 6 മാസം കഴിഞ്ഞേ പിന്നെ സ്വീകരിക്കാവുള്ളൂ. വേറെ വല്ല ഉദാശയുണ്ടോ? ഈ സിസ്റ്റർ എന്ന് പറയുന്നത് വിവാഹമെന്ന് നിങ്ങളെന്നാ പറയാത്തേ? വിവാഹം കൂടെ സ്വീകരിക്കാവോ? സ്വീകരിക്കത്തില്ല. സിസ്റ്റർ അല്ലേ പറഞ്ഞേ? പാട്ടുകാരനാണ് പറഞ്ഞെന്ന്. സോറി സിസ്റ്റർ. അപ്പം ഏതാ സ്വീകരിക്കാവുന്നേ? വിവാഹം. അതിന് വല്ല കണ്ടീഷനുണ്ടോ? കണ്ടീഷൻ വല്ലതും ഉണ്ടോ? എന്നതോ? ഏതെങ്കിലും തക്കതായ കാരണം കൊണ്ട് ഒരിക്കലും കത്തോലിക്ക സഭ ഈ വിവാഹം വേർപെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് കെട്ടിയതാണോ മരണം വരെ അത് കൊണ്ട് നടക്കണം. പിന്നെ അത്രമേൽ ജീവിത പങ്കാളി മരിച്ചുപോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും കെട്ടാൻ പറ്റുന്നുള്ളൂ, അല്ലേ? ചില നല്ല ജീവിത പങ്കാളി കെട്ടിയത് മതി, ഒന്നിനെയും കൊണ്ട് വഹിച്ചു, ഇനിയും വേണ്ട, അതുകൊണ്ട് ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒരുവനെ ക്രൈസ്തവനാക്കി മാറ്റുന്നത് പ്രാരംഭ കൂദാശയായ മാമോദീസായാണ്. ഇനിയും ഈ മാമോദീസായിലൂടെ നമ്മൾ എന്തൊക്കെയാണ്, ഈശോയുടെ ഏതൊക്കെ ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്? ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, ഇതിൽ 3നും നമ്മൾ പങ്കുചേരുകയാണ്. അപ്പോൾ ഈ 3 അവസ്ഥകളിലൂടെയും, അതായത് ഈശോയുടെ പീഡാനുഭവം, മരണ, ഉത്ഥാനം, ഇവയിലൂടെ ഒഴുകി വരുന്ന കൃപ നമ്മുടെ മേൽ ചൊരിയുകയാണ് മാമോദീസ വഴി. അപ്പോൾ ഈ മാമോദീസയിൽ അല്ലെങ്കിൽ ഓരോ കൂദാശയിലും ഈശോയെ നമ്മൾ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഈ കൂദാശ ഇതുപോലെ ഔദ്യോഗികമായിട്ട് ഈ കൂദാശ സ്ഥാപിച്ചാൽ, ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ 1274 ലയോൺസിൽ വെച്ച് കൂടിയ സുനകദോസ് ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ചു. എന്താണ്? മാമോദീസ നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നീ ക്രൈസ്തവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ മാമോദീസ മുങ്ങിയിരിക്കണം. വെറുതെ മാമോദീസ മുങ്ങിയിട്ട് നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് നീ നടക്കരുത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 35 നമ്മൾ കാണുന്നുണ്ട്. അതായത് യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ജനനമാണ് ഒരു ക്രൈസ്തവനുള്ളത്. 1 ശാരീരിക ജനനം, 2 ആത്മീയ ജനനം. നീ വീണ്ടും ജനിക്കണം, നീ വീണ്ടും ജനിച്ചേ മതിയാവൂ. അപ്പോൾ ഈ ജനനം എന്ന് പറയുന്നത് ആത്മീയ ജനനമാണ്. ഇത് എങ്ങനെയാണ്? വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് 2 തരത്തിലുള്ള ജനനമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവിക ജനനവും അല്ലെങ്കിൽ ശാരീരിക ജനനവും, അല്ലെങ്കിൽ രണ്ടാമത്തേത് ആത്മീയ ജനനം. അതായത് മാമോദീസായിൽ എന്ത് ചെയ്യുന്നു? ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നു. എപ്പോഴാണ് ഒരു കൊച്ചിനെ മാംസം വെക്കുന്നേ? ഒരു കൊച്ചിനെ മാംസം വെക്കുന്നപ്പോഴാ? മനസ്സിലായില്ല, ഉറക്കെ പറയണം. ആൻറ്റി ഗൾഫിൽ നിന്ന് വരാനുണ്ട്. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് 2 വയസ്സായാലും വേണ്ടില്ല, 3 വയസ്സായാലും വേണ്ടില്ല, 4 വയസ്സായാലും വേണ്ടില്ല, ആൻറ്റി വന്നു കഴിഞ്ഞ്, അല്ലെ കൊച്ചിൻ്റെ അപ്പൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞേ മുക്ക് നടക്കുകയുള്ളൂ. അത് 2 ആകട്ടെ 5 ആകട്ടെ നമുക്കൊരു വിഷമവും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ ദൈവത്തിന്റെ പൈതലായി, സ്വർഗത്തിന്റെ അവകാശിയായി, ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, അതിന് കാലതാമസം വരുത്തുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എത്ര ശോചനീയമാണെന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഇതിൻ്റെ പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് അവിടെ മാമോദീസായെ വിളിക്കുന്നത് പരിച്ഛേദനമെന്ന. ഇത് ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 17:9 മുതൽ 14 വരെയുള്ള ആ തിരുവചനത്തിൽ പറയുന്നുണ്ട്. അബ്രാഹത്തോട് ദൈവമായി കർത്താവ് പറയുകയാണ്, ഇതാ നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. എന്താണ് നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി? ഇതാണ്, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം. ഒരു ആൺകുട്ടി ജനിച്ച് 8 ദിവസം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പരിച്ഛേദനം ചെയ്യണമെന്നുള്ളതാണ് അവരുടെ നിയമം. അതാ. നമ്മുടെ കാരണന്മാരൊക്കെ പണ്ട് 6 ദിവസവും 7 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മാംസം മുക്കിയിരുന്നു, അല്ലേ? ഇപ്പോഴാണ് അങ്ങ് ലോപിച്ച് 7 വയസ്സ്, 8 വയസ്സ്, 2 വയസ്സ്, അതുവരെ ആ ദൈവ പൈതൽ ദൈവത്തിൻ്റെ മകനും മകളും ആയിട്ടില്ല.
ദൈവത്തിൻ്റെ മകനും മകളുമായിട്ടില്ല. ആ പൈതലിനെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുന്നതിൽ കാർന്നോന്മാർ ശുഷ്കാന്തി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഇസ്രായേലിൽ യഹൂദന് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ യഹൂദ നിയമപ്രകാരം ആ കുഞ്ഞിനെ അപ്പൻ്റെ കയ്യിലോട്ട് കൊടുക്കും. നമ്മൾ ഇപ്പോൾ ഇവിടെ 3 മാസം ആകുമ്പോഴേ നമ്മൾ നോക്കും ആണാണോ പെണ്ണാണോ. പെണ്ണാണെ പിന്നെ പോയി, ആണാണെങ്കിൽ അതിനെ താരാട്ട് പാടും, അല്ലെങ്കിൽ പരിപാടി തീർന്നു. എന്നിട്ട് ഈ കൊച്ചിനെ ഈ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് അപ്പൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൻ ആദ്യമായിട്ട് ആ കൊച്ചിൻ്റെ ചെവിയിൽ എന്നാ പറഞ്ഞു കൊടുക്കുമെന്നറിയാവോ? ഈശോ, യേശു. നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ ഇത് അപ്പനെ പോലെ തന്നെയായിരിക്കുന്ന ചുണ്ട് കണ്ടോ, ഈശോ എന്ന് പറയേണ്ടടുത്ത് ചുണ്ടും വായും മൂക്കും നോക്കിക്കൊണ്ടിരിക്കും. അതിനെ ജനിപ്പിക്കുന്നത് തന്നെ പ്രാർത്ഥനയിലായിരിക്കണം. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡം, ആത്മീയതയിൽ നിന്ന് ജനിക്കുന്നത് ആത്മീയത. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നെങ്കിൽ, സഭയെ ചീത്ത വിളിക്കുന്നെങ്കിൽ, സഭയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, മാതാപിതാക്കളെ, നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കുറ്റം ഇരിക്കുന്നത്. കാരണം ആ കുഞ്ഞിനെ ജനിപ്പിച്ച സമയത്ത് സഭയോട് ചേർന്ന്, സഭാഗാത്രത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നുപോയി. ഹല്ലേലൂയ. ഇനി എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയെന്ന് ചൊല്ലിക്കൊള്ളുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ ജെറമ്യയുടെ പുസ്തകം 9-ാം അധ്യായം 25-26 പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം ഹൃദയത്തിൽ അപരിച്ഛേദരാണ്. മോശ വഴി ദൈവം കൊടുത്ത കൽപ്പന, അതായത് ഇസ്ഹാക്കിന്റെ ജനനത്തിന് ശേഷം എല്ലാവരും പരിച്ഛേദനം ചെയ്യണം. ജോഷുവയുടെ പുസ്തകത്തിൽ 5-ാം അധ്യായം 4-7 പറയുന്നുണ്ട്. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 4:25-26 പറയുന്നുണ്ട്, മോശ പരിച്ഛേദനം സ്വീകരിക്കാതെ യാത്ര ചെയ്ത അവസരത്തിൽ മോശയെ വധിക്കാനായിട്ട് ഇതാ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുക. മോശയെ വധിക്കാനായിട്ട് യാത്രാമധ്യേ മോശയെ വധിക്കാനായിട്ട് ഇതാ ദൈവത്തിൻ്റെ ആ ദൂതൻ കടന്നു വന്നപ്പോൾ മോശയുടെ ഭാര്യ സിപ്പാറ ഒരു കൽക്കത്തി എടുത്ത് ഉടൻ അവനെ പരിശോധനം ചെയ്തു. എന്നിട്ട് നീ രക്തം വഴി എനിക്ക് ഭർത്താവായിരിക്കുന്നു. പരിശോധനം ചെയ്തവർക്ക് മാത്രമേ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. പരിശോധനം ചെയ്തവർക്ക് മാത്രമേ എല്ലാ നിയമങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, മാമോദിസായ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഓർത്തേ. ഈ മാമോദിസ വെള്ളം തലേ വീണിട്ട് ചുമ്മാ വെറും നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ഈ പുറത്തോട്ടിറങ്ങി ജീവിച്ചാൽ എങ്ങനെയിരിക്കും? നീ ദൈവത്തിൻ്റെ മകളും മകനും സ്വർഗത്തിൻ്റെ അവകാശിയും ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാക്കി നിന്നെ മാറ്റി, നിന്നെ ജലത്തിൽ മുക്കി പൊക്കിയെടുക്കുകയാണ്. നിന്നെ ജലത്തിൽ മുക്കി പൊക്കിയെടുക്കുക, അവൻ്റെ ജീവിതം മുഴുവനും നിൻ്റേതാക്കി മാറ്റുകയാണ്. എന്നിട്ട് നിന്നെ പുതു സൃഷ്ടിയാക്കി അവൻ്റെ സ്വഭാവം നിന്നിൽ കടന്നു വന്നിരിക്കുക. ഈശോ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സമം സ്നേഹം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മുഖമായ നമ്മൾ, ദൈവ സ്വഭാവം പേറി നടക്കേണ്ടവരായ നമ്മൾ വെറുതെ ഈ ബുദ്ധിയില്ലാത്ത ജീവികളെ പോലെ നമ്മളാകരുത്. ബുദ്ധിയില്ലാത്ത വെറും ജീവികളെപ്പോലെ നമ്മൾ ജീവിക്കരുത്. നമുക്ക് ബുദ്ധിയുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ബുദ്ധി. ചിന്തിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ്, അംഗീകരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നമുക്ക് തന്നിട്ട് ദൈവത്തിൻ്റെ മകനും മകളുമാക്കി നിന്നെ മുദ്ര കുത്തിയിട്ട് നീ തോന്നിവാസം ജീവിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നിന്നിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് കത്തോലിക്കാ സഭ ഈ മതബോധന ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. മതബോധന ഗ്രന്ഥം, കൗൺസിൽ ഡിഗ്രി, യുക്കാറ്റ് എന്ന് പറഞ്ഞാൽ യുവജന മതബോധന ഗ്രന്ഥം. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, യൂത്ത് ഉണ്ടെങ്കിൽ, യുവതീ വാക്കുമാരുണ്ടെങ്കിൽ ഒരു അലമാരിയിൽ ഇത് മേടിച്ചിട്ട് വെച്ചിട്ട് പറയണം, എടാ മോനെ ഇതെടുത്തൊന്ന് വായിക്കടാ, ഇതാടാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഇതാണ് യുവജന മതബോധന ഗ്രന്ഥം, ഇതാ കൗൺസിൽ ഡിഗ്രി. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കണം, മക്കൾക്ക് കൊടുക്കണം, മാതാപിതാക്കൾ വായിക്കണം. സഭയുടെ പ്രബോധനങ്ങൾ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് മക്കളെ. നമ്മൾ ചുമ്മാ ഇതൊന്നും ഇല്ലാതെ ചുമ്മാ തോന്നിവാസം ജീവിക്കരുത്. ഒരു ബൈബിൾ മാത്രം മതി. ബൈബിൾ മാത്രമല്ല നമുക്ക് വേണ്ടിയത്. നമ്മൾ അപ്പത്തിൻ്റെ മേശയിലും വചനത്തിൻ്റെ മേശയിലും ഭക്ഷിക്കുന്നവരാ. നമുക്ക് വചനം വേണം. പക്ഷേ നമ്മുടെ ജീവൻ്റെ ഉറവിടമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, ഇവയൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളിത് പഠിച്ചേ മതിയാവും. വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പാരമ്പര്യത്തെയൊക്കെ ഇല്ലാതാക്കി എന്ത് പാരമ്പര്യം എന്നൊക്കെ ചോദിച്ച് അവിടെ ഇവിടെയൊക്കെ കൂകി വിളിക്കുമ്പോൾ അവർക്കെതിരെ പ്രാർത്ഥിക്കാനെങ്കിലും നമുക്കൊരു ശക്തി തോന്നണം. സഭ വേദനിക്കുമ്പോൾ,
സഭ വേദനിക്കുമ്പോൾ സഭാസന്താനങ്ങൾ അടങ്ങിയിരുന്ന പോരാ. കൈ വിരിച്ചു പിടിച്ച് ജപമാല കൈകളിലേന്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സിറോ മലബാർ സഭ ഇതുപോലെ വേദനിച്ചപ്പം നിങ്ങൾ വലിയ അതിരൂപതക്കാരാ. എത്ര പേര് ഉപവസിച്ച് പ്രാർത്ഥിച്ചു? വേറെ വല്ലതും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. എത്ര പേര് ഉപവസിച്ച് പ്രാർത്ഥിച്ചു? സഭയെന്ന് ജീവൻ പ്രാപിക്കട്ടെ, സഭയെന്ന് ജീവൻ പ്രാപിക്കട്ടെ, സഭ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവർ എത്ര പേരുണ്ട്? ഞാൻ പറയാൻ പോവുക. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ആളാണ്, നിങ്ങൾക്കറിയാം. കാഞ്ഞിരപ്പള്ളിയിൽ പരിശുദ്ധി അമ്മയുടെ ഒരു വലിയൊരു പള്ളിയുണ്ട്, അക്കരപ്പള്ളി എന്ന് പറയും. ഈ അക്കരപ്പള്ളിയിൽ നിന്ന് ഭരണങ്ങാനം വരെ ഏതാണ്ട് 4-5 പ്രാവശ്യം ഞാനും എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരും നടന്നു സഭയ്ക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി. അഭിവന്ന കർദിനാൾ പിതാവിനെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു, പിതാവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ ഒരു ടീം 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ മക്കളെ സഭയെ സ്നേഹിക്കുന്നവർ ചെയ്യുന്നത്. സഭയ്ക്ക് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ജാഗരണം നടത്തണം. ഇതൊക്കെ ചെയ്യുമ്പോഴോ നമ്മൾ സഭാസന്താനങ്ങളെന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥം മാമോദീസയെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജന്മഭാവവും, അതായത് മാമോദീസയിലൂടെ നമ്മൾ സംഭവിക്കുന്നത്, അതായത് ജന്മഭാവവും കർമ്മഭാവവും മോചിക്കപ്പെട്ട് വരപ്രസാദമാകുന്ന ദൈവിക ജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമാക്കി സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുന്നതാണ് എന്നുള്ള ആ പ്രസ്താവന. അത് CCC, അതായത് മതബോധന ഗ്രന്ഥത്തിൻ്റെ 1213 ഖണ്ഡിക വ്യക്തമാക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. ജന്മപാപവും കർമ്മപാപവും ഉണ്ടെങ്കിൽ കർമ്മപാപം മോചിക്കപ്പെട്ട് വരപ്രസാദമാകുന്ന ദൈവിക ജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനും മകളും സ്വർഗത്തിന് അവകാശിയുമാക്കി നമ്മളെ മാറ്റുന്നു. നാം പാപവിമുക്തരാകുന്നു, ദൈവമക്കളായിട്ട് വീണ്ടും ജനിക്കുന്നു, ഏക ശരീരമായ സഭയുടെ സന്താനമായിട്ട് നമ്മൾ ജ്ഞാനസ്നാനമേറ്റ് പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിൻ്റെയും സഭയുടെയും ആ ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരാകുന്നു. അതിനെക്കുറിച്ച് വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1213, 1214 ഈ ഖണ്ഡികകൾ വ്യക്തമാക്കുന്നുണ്ട്. വല്ലതും ഉണ്ടെന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വന്നതല്ലേ, ആ കണ്ട പ്രാർത്ഥനയാണ്. പക്ഷേ ബൈബിളും ഇല്ല, കുറിക്കാനും ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറിക്കാൻ പറഞ്ഞത് കുറിച്ചാൽ മതി. ഒരിക്കലും ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ എഴുത്ത് നിർത്തുന്നേ ഇല്ല. അപ്പം എനിക്കൊരു കൗതുകം, ഈ ചേട്ടൻ എന്തുട്ടാ ഇതുപോലെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കണേ. ഞാൻ അടുത്ത് എന്ന് നോക്കിയപ്പം ചേട്ടൻ അറിയാവുന്ന ഭാഷയിൽ എനിക്കെതിരെയുള്ള തെറികൾ ഇങ്ങനെ കുറിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആരും ചെയ്തേക്കല്ല കേട്ടോ. വല്ലതും ഉണ്ടെങ്കിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ചെവിക്കകത്തൊന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാകുന്നു? പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ രൂപപ്പെടുകയാണ്. അതായത് ബാപ്റ്റിസ്റ്റ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ബാപ്റ്റിസം, അത് ഇംഗ്ലീഷ് പദമാണ്. ഈ മാമോദീസ എന്നതൊരു സുറിയാനി പദമാണ്. ഇത് ലത്തീൻ പദത്തിൽ ബൗത്തീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാമോദീസയോട് കൂടി ആരൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? പരിശുദ്ധാത്രിത്വം. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധ. നമുക്ക് എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. ഒരു ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? 3 ആളുകൾ. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:16 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. അതായത് പരിശുദ്ധാത്മാവ് മാമോദീസയിലൂടെയാണ് സഭയുടെ സന്താനമായിട്ട് ഞാൻ മാറുന്നത്. അപ്പോൾ എങ്ങനെ സഭയുണ്ടായി എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. സഭയുണ്ടായത് എങ്ങനെയാണ്? അതിങ്ങനെയാണ്. അതായത് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവാനുള്ള ആഹ്വാനം ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 24:49 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ എൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നിങ്ങളിവിടെ ആയിരിക്കുവേൻ,
ജെറൂസലേം വിട്ടു പോകരുത്. ഇതൊക്കെ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത മുന്നറിയിപ്പ്. നമ്മളെപ്പോലെ തന്നെയായിരുന്നു അവരും. ഈശോയുടെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ അവരോർത്തനി എല്ലാം തീർന്നു, അതുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ച് അവരെന്നാ ചെയ്തു? അവർ എങ്ങോട്ട് യാത്ര തിരിച്ചു? അതിൽ 2 പേർ എഴുന്നേറ്റ് ഒരു ഗ്രാമത്തിലേക്ക് പോയായിരുന്നു. എങ്ങോട്ടാണ് പോയത്? ജെറൂസലേമിൽ നിന്ന് അവരെങ്ങോട്ട് പോയി? എമ്മാവൂസ് ഗ്രാമത്തിലേക്ക്, പ്രകാശത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, ആ എമ്മാവൂസ് അനുഭവം നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു കൂട്ടായ്മയുടെ അനുഭവമുണ്ട്, ഈശോ കൂടെ നടക്കുന്ന അനുഭവമുണ്ട്, ഒരു പങ്കുവയ്പുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് സിനഡ് ഓഫ് സിനഡാലിറ്റി, കൂട്ടായ്മയുടെ അവസ്ഥ, പ്രാർത്ഥന, പങ്കുവയ്പ്. സഭാ നവീകരണം നടന്നുകൊണ്ടിരിക്കുക. മുഖമുദ്രയായിട്ട് ഇതാണ് കാണുന്നത്. ഒരു കൂട്ടായ്മ വേണം, ഒരു അംഗീകരിക്കൽ വേണം, ഒരു പ്രാർത്ഥന വേണം, ഒരു പങ്കുവയ്പ് വേണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഏതാണ്ട് 5 ചക്രിക ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്തെല്ലാം ഊന്നി പറയുന്നത് നമ്മളെല്ലാവരും സഹോദരരാണ്. പ്രത്യുല്യത്തുതി ആ ചക്രിക ലേഖനത്തിൽ എടുത്തെടുത്ത് പറയുന്നത് നമ്മളെല്ലാം സഹോദരന്മാരാണ്. നമ്മളെല്ലാം മറ്റുള്ളവർക്ക് സമരിയാക്കാരായിട്ട് മാറണം. എൻ്റെ അടുത്ത് നിൽക്കുന്നവന് ഞാനൊരു സമരിയാക്കാരനായിട്ട് മാറണം. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും അംഗീകരിക്കണം. സഹോദര സ്നേഹത്തിൽ കവിഞ്ഞ് മറ്റൊന്നും. ഈശോ തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. ഈശോയുടെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുന്നത് നമ്മുടെ സഹോദര സ്നേഹം കണ്ട. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ആദ്യകാലത്തൊക്കെ ഒരു സൈക്ക് പോയപ്പം ടോയ്ലറ്റിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ പോകും? അവിടെ ടോയ്ലറ്റ് ഇല്ല. നമ്മൾ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ ഒരു പറമ്പ് വേലി കെട്ടി വെച്ചിട്ടുണ്ട്, 2 കല്ലും കാണും. എന്ത് ചെയ്യാനാ? ഭക്ഷണം എങ്ങനെ കഴിക്കും? ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭക്ഷണം കഴിച്ച് ഏത് ഭക്ഷണവും കഴിക്കാനുള്ള ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ ദൈവം തരുന്നത്. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. അതുകൊണ്ട് ഇതാണ് ലൂക്കായുടെ സുവിശേഷം 24:49 പറയുന്നത്, ഇതാ എൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1:4 മുതൽ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കണം. ആ കാത്തിരിപ്പും ഈശോയുടെ ഈ വാഗ്ദാനം അല്ലെങ്കിൽ ഈ കാത്തിരിപ്പും ശിഷ്യന്മാരുടെ കാത്തിരിപ്പും അത് പൂർത്തീകരിക്കുന്ന പന്തക്കുസ്തായിൽ സഭ സംജാതമായി. ആ സഭയിലെ അംഗങ്ങളാ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് ഒരുപാട് സഹിച്ചു പ്രാർത്ഥിച്ച ആ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് അങ്ങനെ ആദിമസമരൂപം കൊണ്ടു. ഈ സഭയിലെ അംഗങ്ങളാണ് മക്കളെ നമ്മൾ. അതുകൊണ്ട് ഈ സഭയെ മറന്ന് നമ്മൾ ജീവിക്കരുത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളിടത്ത് സഭ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് സഭ രൂപപ്പെട്ടു. ഒന്നേ പറയാനുള്ളൂ, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം ഇതാ, അതിൻ്റെ ആ സുവിശേഷം മുഴുവനായിട്ട് നമ്മളൊന്ന് എന്താ പറയുന്നത്, ഒന്ന് പൂർത്തീകരിക്കണം. അതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുക, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് പങ്കുവെച്ച് സാക്ഷ്യം നൽകി ഒറ്റ സമൂഹമായിട്ട് വളർന്നു വന്നതാണ് നമ്മുടെ സഭാസമൂഹം. അതൊരു പ്രേക്ഷിത സമൂഹമായിട്ട് സഭ വളരുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 4:32-35 അതിലൂടെ നമ്മൾ കാണുന്നുണ്ട് സഭയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം. നമ്മൾ ചെയ്യേണ്ടത് പിതാവായ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുക. ആഴമായി നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവാനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അതെങ്ങനെയാണ്? തങ്ങളുടെ ആ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തന ശൈലി, ഈ പ്രവർത്തന ശൈലിക്ക് നമുക്ക് ശക്തി തരുന്നത് കുദാശകൾ യോഗ്യതാപൂർവ്വം നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധ കുർബാന, അടുക്കളയുടെ കുമ്പസാരം, മറ്റുള്ള എല്ലാ കുദാശകളും യോഗ്യതാപൂർവ്വം സ്വീകരിച്ച് നമ്മൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപപ്പെടണം. അങ്ങനെയാണ് സാക്ഷികളായിട്ട്, ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കുദാശയുണ്ട്. ഏതാണെന്നറിയാവോ? ഞാൻ കഴിച്ചതല്ല, നിങ്ങൾ കഴിച്ചൊരു കുദാശ. എൻ്റെ പേരെന്നതാ? വിവാഹം. എന്നെ പറയാൻ ഇത്ര മടി? നിങ്ങൾ കഴിച്ചിട്ടില്ലേ? കഴിച്ചതല്ലേ? അത് കഴിക്കാത്തൊരാരുമില്ലല്ലോ.
കുദാശകൾ വഴി സഭയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം വിവാഹത്തിൻ്റെ അർത്ഥം എന്നതാ? കഴിച്ചതാണോ? അതെ, കഴിച്ചതാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞ് വിവാഹം അതിൻ്റെ അർത്ഥം എന്നതാ? എൻ്റെ കർത്താവേ, കഴിച്ചത് പിന്നെയും ചോദിക്കാതെ, അത് കഴിച്ചത് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, ഇപ്പോഴതിനെ ഓർമ്മിപ്പിക്കാമെന്ന് പറയാം. വിവാഹം വിശുദ്ധമായതിനെ വഹിക്കാൻ ദൈവം നിന്നെ ചേർത്ത് വച്ചിരിക്കുന്നു. അതായത് മനഃശാസ്ത്രപരമായിട്ട് വിവാഹം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കുടുംബം എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും എന്ന് ചോദിച്ചാൽ, അതായത് വ്യക്തിബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് വിവാഹം. വ്യക്തിബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് വിവാഹം എന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നതാ. ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ചറിയാൻ ദൈവം മനുഷ്യന് നൽകുന്ന കൂട്ടായ്മയാണ് വിവാഹം. ദൈവത്തിൻ്റെ സ്നേഹം കിട്ടിയോ? ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. ആവശ്യക്കാർ എഴുതിയെടുത്തോ, ഞാൻ പിള്ളേരോടെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുക. ഇതറിയാതെ ഏതേണ്ട് ഇശാൻ്റെയൊക്കെ ഇരുന്ന് എഴുതുക, മക്കളൊക്കെ എന്നിട്ട് പിന്നെ എഴുതുക. ഇനി കൊച്ചുമക്ക് പറഞ്ഞു കൊടുത്തോ കേട്ടോ. ഇതാ ദൈവത്തിൻ്റെ സ്നേഹം ആഴമായിട്ട് അനുഭവിച്ചറിയാൻ ദൈവം മനുഷ്യന് നൽകുന്ന കൂട്ടായ്മയാണ് വിവാഹം. ഞാൻ പറഞ്ഞു, മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു വ്യക്തിബന്ധങ്ങളുടെ കൂട്ടായ്മ. അവിടെ 20 തരത്തിലുള്ള ബന്ധങ്ങൾ ആ കുടുംബത്തിലുണ്ടായിരിക്കണം. 20 തരത്തിലുള്ള ബന്ധങ്ങൾ. അപ്പനും അമ്മയും, അപ്പനും മക്കളും, അമ്മയും മക്കളും, മാതാപിതാക്കളും മക്കളും, ഇങ്ങനെ 20 തരത്തിലുള്ള ബന്ധങ്ങൾ കുടുംബത്തിൽ രൂഢമൂലമാകുന്നില്ലെങ്കിൽ ഈ മക്കൾ ബന്ധം തേടി പോകും. അതാ ഇന്ന് മക്കളെ നമ്മൾ വിളിച്ചാൽ, ഇങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് പോകുന്നത്. സമയമില്ല. അവർ ഈ ബന്ധം കണ്ടെത്തുന്നത് മീഡിയയിലൂടെയും മൊബൈലിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയെല്ലാം ഇങ്ങനെ കണ്ടെത്തി ആസ്വദിക്കുകയാണ്. ഈയിടെ ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചതാ, സിസ്റ്റർ, ഈ പ്രേമം തെറ്റാ എന്നെന്തിനാ പറയുന്നത്? ഒരാളെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്നല്ലേ നല്ലത്. എന്നാ നിങ്ങളുടെ അഭിപ്രായം? സ്നേഹിച്ചുള്ള കല്യാണം നല്ല കല്യാണമാണോ? എൻ്റെ കർത്താവേ, അത് ചോദിക്കാതെ ഇയാളെ കണ്ട അവസരത്തിൽ ഓർത്ത് നല്ലതാണ്. ഇപ്പോൾ ഇട്ടേച്ച് പോകാനും വയ്യ, കൊണ്ട് നടക്കാനും വയ്യാത്ത സ്റ്റേജ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ യുവത്വത്തിൽ പങ്കുചേരുന്ന യുവതി യുവാക്കന്മാർ, ആ യേശുവിൽ നിറങ്ങി നിന്ന പരിശുദ്ധിക്ക് കളങ്കം വരുത്തരുത്. ആ യേശുവിൽ നിറങ്ങി നിന്ന പരിശുദ്ധിക്ക് കളങ്കം വരുത്തരുത്. നിന്റെ മനസ്സിനകത്തോ നിന്റെ ചിന്തയോ നിന്റേതായ വ്യാപാരങ്ങളിലോ ഒരു ചെറുക്കനെയോ ഒരു പെണ്ണിനെയോ മാത്രം നീ ഓർത്തു നടന്നാൽ, അവന്റെ രൂപവും അവന്റെ ഭാവവും നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി നീ എപ്പോഴും അവനെ ധ്യാനിച്ചു നടന്നാൽ, നിന്റെ മാതാപിതാക്കൾ പറയുന്നു നീ അവനെ കെട്ടണ്ട, നീ അവളെ കെട്ടണ്ട, ഇത് പറഞ്ഞു കഴിഞ്ഞ് ബലമായിട്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിക്കട്ടെ. ആ സമയത്ത് നിന്റെ മനസ്സിൽ നിറങ്ങി നിൽക്കുന്നത് അവനോ അവളോ ആണെങ്കിൽ, ഇവിടെ വെച്ച് ഈ ദേവാലയത്തിന്റെ അൾത്താരയിൽ വെച്ച് നിന്റെ വിവാഹം എന്ന കൂടാശി ആശീർവദിക്കുമ്പോൾ അവിടെ അഭിഷേകം നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് നീ നിന്ന് കൊടുക്കുമ്പോൾ വിവാഹത്തിൻ്റെ അഭിഷേകം നടക്കുന്നില്ല. അതുകൊണ്ട് പ്രേമബന്ധത്തിന് നടക്കുന്ന മക്കളെ വഴിതിരിച്ചു കൊണ്ടുവരണം. ഇത് പാടില്ല എന്ന് തന്നെ പറയണം. പിന്നെ അന്യജാതിപ്പെട്ടവരുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ. നമ്മളിന്ന് വഴിയങ്ങ് തുറന്ന് കൊടുത്തേക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നാശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. മാമോദീസായിലൂടെ വിശുദ്ധിയും പരിശുദ്ധിയും സ്വന്തമാക്കിയ നിന്റെ കുഞ്ഞ് എങ്ങനെ വഴിതെറ്റിപ്പോയി? അടുക്കലടുക്കൽ കുദാശകൾ സ്വീകരിച്ച് സഭയോട് ചേർന്ന് സഭാഗാത്രത്തിൽ വളരേണ്ട കുഞ്ഞ് എങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി? നിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമാ. എന്തിനു വേണ്ടി വിവാഹം എന്ന കൂദാശ ദൈവം ആശീർവദിച്ചു? ഭൂമി സ്വർഗം കെട്ടിപ്പടുക്കാൻ. ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് നിന്റെ കുടുംബമാ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:17 പഠിപ്പിക്കുന്നു നമ്മളെ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? തീനും കുടിയുമാണോ? അല്ല. നല്ല ബെഡാഖാന അല്ല, മറിച്ച് നീതിയും സമാധാനവും സന്തോഷവും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നിന്റെ കുടുംബത്തിലില്ല എങ്കിൽ, നീതി നിന്റെ കുടുംബത്തിലില്ല എങ്കിൽ, നിന്റെ കുടുംബത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരും? നിന്റെ കുടുംബം ഭൂമിയിലെ സ്വർഗമാ. ദാ സങ്കീർത്തനം 53:2 ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുന്നു. തന്നെ അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? തന്നെ അന്വേഷിക്കുന്ന ജ്ഞാനികളുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കുകയാ. ദൈവത്തെ അന്വേഷിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം പ്രിയപ്പെട്ടവരെ.
വിവാഹം എന്ന കുദാശ ദൈവം സ്ഥാപിച്ചപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തെ ആശീർവദിച്ച പൊന്നുതമ്പുരാൻ, ആ തമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മുടെ കുടുംബം സ്വർഗമാണോ? ഞാൻ പറയും, ഓരോ ക്രൈസ്തവൻ്റെയും കുടുംബത്തിൽ എഴുതി വെക്കണം, ഇത് മാതൃകാ കുടുംബം. നമ്മുടെ ഇന്ന് സഭയെ കൂക്കി വിളിക്കുന്നില്ലേ? വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ കൂക്കി വിളിക്കുന്നില്ലേ? ഓരോ കുടുംബത്തിൽ നിന്ന് വന്നവരായി ഇവര്. എൻ്റെ കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ ആ വലിയ മുൻ ആസ്വാദനം കുടുംബത്തിൽ ആസ്വദിച്ച ഒരു മകനും മകളുമാണ് യേശുവിനെ ശുശ്രൂഷ ചെയ്യാൻ വരുന്നതെങ്കിൽ, യേശു തൊട്ടവനാണെങ്കിൽ, കുടുംബം എന്ന് പറയുന്നത് ഒരമ്മയുടെ ഉദരമെന്ന് പറയുന്നത് ഒരു ശിശുവിൻ്റെ ആദ്യത്തെ മതബോധന കേന്ദ്രം. അതായത് അവിടെ വിശ്വാസ പഠന കളരിയ. അമ്മയുടെ മടിത്തട്ടെന്ന് പറയുന്നത് വിശ്വാസ പഠന കളരിയ. അവിടെ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരായി കടന്നു വരുന്നവരൊക്കെ, അല്ല മൂലക്കെട്ടി ഇറങ്ങി വന്നവരല്ല. അപ്പനും അമ്മയും ഈ കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞ് പട്ടം സ്വീകരിച്ചു, ഒരു കുഞ്ഞ് സമർപ്പിത ജീവിതം സ്വീകരിച്ചു. ആ കുഞ്ഞിന് വേണ്ടി ഈ അൾത്താരയുടെ മുന്നിൽ മുട്ടുകുത്തി കരങ്ങൾ വിടിച്ച് വിടിച്ച് രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. അല്ലാതെ എനിക്ക് മകൻ അച്ഛനുണ്ട്, മകൾ സിസ്റ്ററുണ്ട് എന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ. ഇനി അവരിൽ ഏതെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ കുറവായിട്ട് കാണുക. ഒരിക്കലും അതിനെ ഊതി വീർപ്പിച്ച് അതിനെ വലുതാക്കരുത്. നമ്മൾ നമ്മുടെ സഭയെ നോവിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ സഭയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിവാഹം എന്ന കുദാശ എപ്രകാരമാണ്, ഭൂമിയിലെ എന്ത് ഉദ്ദേശത്തിലാണ് ഈശോ സ്ഥാപിച്ചതെന്നും ഈ കുദാശയുടെ മഹാത്മ്യം എന്തെന്നും ഈ കുദാശയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം, വിശുദ്ധി നിറഞ്ഞ ജീവിതം. ഇനി വിവാഹം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വിശുദ്ധമായതിനെ വഹിക്കുക എന്നുള്ളതാണ്. നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ ജീവിത പങ്കാളിയുടെ പോരായ്മകൾ, കുറവുകൾ, അസ്വസ്ഥതകൾ നീ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ ആ ജീവിത പങ്കാളിയെ നീ വിശുദ്ധിയുടെ വഴിയിലേക്ക് നടത്തുകയാണ്. ഞാൻ 1992 മുതൽ നവീകരണ അനുഭവത്തിലേക്ക് വന്നു. നവീകരണ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ ഡിവൈനിൽ ബഹുമാനപ്പെട്ട നായിക്കമ്പർമലസിൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്നു. അക്കാലത്ത് അവിടെ ഒരു പ്രേക്ഷിത ശുശ്രൂഷയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മകൾ മുഴുവൻ സമയം മധ്യസ്ഥ പ്രാർത്ഥനയിലും ബാക്കി ശുശ്രൂഷയിലുമൊക്കെ വ്യാപിച്ചിരുന്ന അവരുടെ മാതാപിതാക്കൾ കല്യാണം കഴിച്ചു വിട്ടു. കല്യാണം കഴിച്ചു വിട്ടത് ഒരു മുഴുക്കുടിയനായ ഭർത്താവിൻ്റെ കൂടെയാണ്. ആ മകള് ഒരുപാട് കരഞ്ഞ് എന്നോട് അവളുടെ അനുഭവം പങ്കുവച്ചതാണ്. അപ്പോഴവൾ ഇങ്ങനെ എല്ലാ ദിവസവും അവൾ ഒരുപാട് വേദനകൾ, ഈ മനുഷ്യൻ കുടിച്ചതിന് ശേഷം കന്നാസിൽ, അങ്ങ് ഹൈ റേഞ്ച് ഭാഗത്താണ്, ഇവിടെയൊക്കെ വാറ്റുചാരായം കിട്ടും. അപ്പോൾ കന്നാസിനകത്ത് വാറ്റുചാരായമായിട്ട് വന്നിട്ട് ഇവളെ പിടിച്ച്, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു, ഒത്തിരി മുടിയൊക്കെ ഉണ്ട്, എന്നിട്ട് അവളെ മുട്ടിക്കുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് ഈ വാറ്റുചാരായം ഇവളുടെ ദേഹത്തോട് ഇങ്ങനെ ഒഴിച്ചിട്ട് കുടിക്കടി എന്ന് പറഞ്ഞ് അവളെ ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ അവൾ എന്നോട് പറയുവാണ്, സിസ്റ്ററെ, ഇതുപോലെ എന്നെ ഉപദ്രവിച്ചെങ്കിലും ഈ വാട്ടുചരായത്തിൻ്റെ നടുക്ക് എന്നെ ഇട്ടിരുന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് വേണ്ടി ഇയാൾ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ആ മുറിക്കുള്ളിൽ അവൾ മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച്, അവളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കൊന്ത അവൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു, ആ കൊന്തയെടുത്ത് ഈ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, ഒരു വീട്ടമ്മ. ഇതാ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഇതാ. അല്ലാതെ ഇതിലെ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ജീവിത പങ്കാളിയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമല്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. നീ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഓർക്കുക, ക്രിസ്തു നിന്നിൽ വസിക്കണം. ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട്. ആ ക്രിസ്തുവിനെ വഹിക്കുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവരായിട്ട് നമ്മൾ ജീവിക്കണം. ഇനി മമുദീസായിലൂടെ സഭയുടെ ശരീരത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുകയാണ്. അവളുടെ ദൗത്യത്തിൽ പങ്കുകാരാകുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഈശോയുടെ മിഷനെ കുറിച്ച് പറഞ്ഞത്. ഈശോയുടെ മിഷൻ ദൗത്യമാണ് ലൂക്കായുടെ സുവിശേഷം 4:18. ഹല്ലേലൂയ. മറന്നു പോകരുത് കേട്ടോ. മരിച്ചു കിടക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കുക, ചേച്ചി, ലിസി ആൻറ്റി, എനിക്ക് ആകെ ലിസി ആൻറ്റിയെ
പിന്നെ ഒരു ജിനുവിനെയൊക്കെ അറിയാം, 1-2 പേരെയെല്ലാം അറിയാം. അപ്പം ചോദിക്കുക, ലൂക്കായുടെ സുവിശേഷം 4:18 എന്നതാ. ഉടനെ കെട്ടഴിച്ചേച്ച് പറഞ്ഞേക്കണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പറഞ്ഞിട്ടേ പിന്നെ കിടക്കാവുള്ളൂ. ഹല്ലേലൂയ. മാമോദീസായിലൂടെ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നതെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് പാപത്തിൽ നിന്നുള്ള മോചനം. മാമോദീസായിലൂടെ എന്താ ലഭിക്കുന്നത്? പാപത്തിൽ നിന്നുള്ള മോചനം. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉത്ഭവഭാവവും കർമ്മഭാവവും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മെ മോചിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയും ദൈവത്തിൻ്റെ മകനും മകളുമാക്കുന്ന ഒരു കുദാശയാണല്ലോ മാമോദീസ. അപ്പം വ്യക്തിപരമായ സകല പാപങ്ങൾ നമ്മിൽ നിന്ന് മോചിക്കുക. പിന്നെ എന്തിനാ നമ്മൾ ഈ ഓടി നടക്കുന്നത്? ഓരോ ധ്യാന കേന്ദ്രത്തിലും കാരണവന്മാരുടെ പാപത്തിന്റെ കെട്ടഴിക്കാൻ, പൂർവികരുടെ പാപത്തിന്റെ കെട്ടഴിക്കാൻ, എൻ്റെ വീട്ടിലെല്ലാം ശരിയാകുന്നില്ല, ഇവിടെ ആരോ എന്തോ ചെയ്തിരിക്കുന്നു. എന്ത് മണ്ടത്തരവും മടയത്തരവും. മാമോദീസായിലൂടെ നിന്റെ സകല പാപങ്ങളും മോചിച്ചിരിക്കുക. നീ ഇപ്പം എന്തിനാ ഈ ഓടുന്നത്? പിന്നെ നിന്റെ കുറവുകളും പോരായ്മകളും നിൻ്റേതായ അവസ്ഥകളും ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിക്കുന്ന കുമ്പസാരം എന്ന കുദാശയിലൂടെയാണ് സകല പാവവും. അതുകൊണ്ട് കാരണവന്മാരുടെ പാപത്തിൻ്റെ കെട്ടഴിക്കാനായിട്ട് നമ്മൾ ഈ ഓടുന്ന ഓട്ടം ഒന്ന് നിർത്തുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിഷമമുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട്? എൻ്റെ വീട്ടിൽ പശുവിനെ കറക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിലെ ഒരു കാര്യവും ശരിയാകുന്നില്ല, ആരോ എന്തോ ചെയ്തു. എന്നാ ചെയ്തു? കുദാശ ചെയ്യപ്പെട്ട വീടിന് വല്ലതും ചെയ്ത ഏക്കുവോ? പിന്നെ എന്തിനാ ഈ ഓടുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ പാപത്തിൽ നിന്നുള്ള മോചനം, അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും. ഞാനിനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഹൈന്ദവർ ആരെങ്കിലും ഒരു അന്യജാതിപ്പെട്ടവർ നമ്മുടെ സഭയിലേക്ക് വരുവാന്നാകട്ടെ, ആ കൊച്ചിന് നമ്മൾ കല്യാണം നടത്തി കൊടുക്കുക, ഇങ്ങോട്ട് ചേർത്ത് കല്യാണം നടത്തി കൊടുക്കുക എന്ന് വിചാരിക്കട്ടെ. അന്നേരം ആദ്യം അതിനെ എന്നാ ചെയ്യും? മാംസം വെക്കും. പിന്നെ കുമ്പസാരിപ്പിക്കാൻ പോവുമോ? പിന്നെ കുമ്പസാരിപ്പിക്കുമോ? ഇല്ല കേട്ടോ. പിന്നെ കല്യാണം കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിനെ മാമോദീസ മുക്കി വിശുദ്ധ കുർബാനയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുമ്പസാരം എന്ന് പറഞ്ഞ പരിപാടി സാധാരണ ചെയ്യാറില്ല. ഇനിയും എല്ലാവർക്കും വല്ല അതിപരിശുദ്ധമായ വിശുദ്ധിയൊക്കെ ചേർന്ന് കുമ്പസാരമില്ല. കാരണം സകല പാപങ്ങളും മാമോദീസായിലൂടെ മോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. മാമോദീസായിലൂടെ സകല പാപങ്ങളും സകല ശിക്ഷയും നമുക്ക് ഇളച്ചു തന്നിരിക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ശിക്ഷ ഇളയ്ക്കാൻ വേണ്ടി, നമ്മുടെ കെട്ടഴിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ തോന്നിവാസം ജീവിച്ചിട്ട് വീട്ടുടമസ്ഥൻ അലസനാണാൽ അവൻ്റെ പേര ചൊകരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അലസതയും മടിയും നിമിത്തം വീട്ടിൽ വേണ്ട വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ചുമ്മാ മടി പിടിച്ചിരുന്നിട്ട് എൻ്റെ വീടിന് അങ്ങനെ സംഭവിച്ചു, എൻ്റെ വീടിന് ഇങ്ങനെ സംഭവിച്ചു, ഒന്നും നടക്കുന്നില്ല, അതെന്താണെന്നറിയാൻ ഓടുന്നു. എന്തിനോടുക? എനിക്കറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സകല പാപത്തിനുള്ള മോചനം. വീണ്ടും ജനിച്ചവര് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം തടയുന്ന യാതൊന്നും, വീണ്ടും പറയുകയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. ആദത്തിന്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ, പാപത്തിന്റെ അനന്തരഫലങ്ങളോ നിലനിൽക്കുകയില്ല. CCC 1263 കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1263 ഖണ്ഡികയെ നമ്മളെ പഠിപ്പിക്കുന്നു. വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് മറിഞ്ഞു കൊടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. അത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4:6 ഇങ്ങനെ പറയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് ആകയാൽ നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ. പുത്രന് അത്രമാത്രം ദൈവത്തോടടുത്തിരുന്നു. ദൈവത്തിന് ഇതിൽ കൂടുതൽ നമ്മളെ സ്നേഹിക്കാനില്ല. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16-17. വചനം അറിയാമെങ്കിൽ ഉറക്കെ പറഞ്ഞേ. വചനത്തിന്റെ അഭിഷേകം. ഇന്നലെ മുഴുവൻ നിങ്ങൾക്ക് വചനമായിരുന്നല്ലോ. ഒരു വചനം പറഞ്ഞേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13 ഞാൻ പറഞ്ഞത് 3:16-17 ഏതാ വചനം? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്നതാ വേണ്ടിയത്?
ഇതിൽ കൂടുതൽ ഇനി എന്നതാ വേണ്ടത്? നമുക്ക് എന്നതാ തരേണ്ടത്? പക്ഷേ നമുക്ക് ഇതൊന്നും പോരാ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ എല്ലാം അങ്ങ് അയക്കുന്നത്. ഇവിടെ മക്കളില്ലല്ലോ, എല്ലാവരും 1-2 ഉള്ളൂ. അതിനെ മുഴുവൻ വിട്ടിരിക്കുക ഉഗാണ്ടായ്ക്കും ഇംഗ്ലണ്ടിനും. ഇവിടെ നിൽക്കുമ്പോഴറിയുന്ന ന്യൂസിലാൻഡിലാണ് കൂടുതൽ. ഉടനെ ന്യൂസിലാൻഡ്, പിന്നെ അന്നേരം പറയുന്നു കാനഡയ്ക്ക് വിടാൻ, ഉടനെ കാനഡയിൽ നിന്ന് പറക്കുക. ഇങ്ങനെ പറന്ന് ഈ പിള്ളേർ എവിടെ ചെന്ന് നിൽക്കും? എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവസാനം മരിച്ചു കഴിയുമ്പം ആ ഡെഡ് ബോഡിയുടെ അടുത്ത്, ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡിയാണല്ലോ, അപ്പനാവട്ടെ അമ്മയാവട്ടെ, ഈ ബോഡി ഇടുന്ന അടുത്ത് ഇരിക്കാൻ ഒരൊറ്റ മക്കളും കാണുകയല്ല. അവൻ പറയും എനിക്ക് വരാൻ സമയമില്ല, അടക്കിയ ഒരു ഫ്ലൈറ്റ് കിട്ടുന്നില്ല. പിന്നെ അടുത്തിരുന്ന് വല്ല കൊന്തയും ചെല്ലാൻ അടുത്തുള്ള മഠത്തിലെ വല്ല സിസ്റ്റർമാരോ പിന്നെ പാവപ്പെട്ട വികാരിയച്ഛനോ വല്ല കൂട്ടായ്മയിലുള്ള വല്ലവരും നല്ല മനസ്സ് കാണിച്ചെങ്കിൽ അല്ലെ അമ്മച്ചിയെ പ്രീസറിനാക്കി വെച്ച് ഇങ്ങനെ അങ്ങ് ഇരുന്നേക്കും. അതിന് യാതൊരു മടിയില്ല. മരിച്ചു പോയില്ലേ, അതുകൊണ്ട് വെക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെ മനുഷ്യരെന്നാ വിചാരിക്കും, മരിക്കുമ്പോഴേ അടക്കിയാൻ. അതുകൊണ്ട് ഉഗാണ്ടായ്ക്ക് വിടുന്നവരും ന്യൂസിലാൻഡിൽ വിടുന്നവരും അവിടെ കിടക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ 1-2 മക്കൾ നമുക്ക് പോരാ. ഈ സിസ്റ്റർ എന്നാക്കെ ഈ പറയുന്നത്? അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ പെറ്റുപെരുകാനാണ് പറയുന്നത്. പെറ്റുപെരുകാൻ എവിടെയാണ് പെരുകിയിരിക്കുന്നത്? നമ്മുടെ സഭയുടെ സന്താനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ യൂത്തല്ലേ? നാളത്തെ നമ്മുടെ സഭയുടെ സമ്പത്തെന്ന് പറയുന്ന ഈ മക്കളല്ലേ? ഒരു സൈഡ് ചെന്നു ഒരു വീട്ടിലൊക്കെ 6-7 പിള്ളേരാ. ഒരു വീട്ടിലൊക്കെ 6-7 പിള്ളേർ. അവർക്ക് മടുപ്പൊന്നുമില്ല, അവർക്ക് ഭക്ഷണമില്ലെന്നോ ബുദ്ധിമുട്ടുണ്ടെന്നോ ഒരു പരാതിയില്ല. മക്കളെ എല്ലാം വളർത്തുക. നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് സമ്പത്തില്ലെന്നാണ് പറയുന്നത്. ഇതിനെയല്ല അങ്ങനെ വളർത്താനുള്ള സമ്പത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ അങ്ങ് പടർന്ന് പന്തരിക്കുക. എന്നിട്ട് പിന്നെ അവരെ നോക്കി നമ്മൾ ഇതും വിളിച്ചു പറയുക. കാര്യമില്ല, നമ്മുടെ വീട്ടിലും വേണം. ഈ 1-2 ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വാർത്ഥരായിട്ട് പോകും. അവർ ക്ഷിപ്രകോപികളായിട്ട് വരും. പിന്നെ ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുമോ? നാളത്തെ സഭ എങ്ങനെയാണ് പോകുന്നേ? നമ്മളെല്ലാവരും കൂടെ പട്ടമൊക്കെ സ്വീകരിച്ച് അച്ഛന്മാരും അമ്മമാരുമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റിയെന്നേ. സഭയ്ക്ക് സന്താനങ്ങളെ കൊടുക്കണം. ജീവൻ്റെ പങ്കുവയ്പ്പ് എന്ന് പറഞ്ഞാൽ എന്നതാ? നീ തമ്പുരാന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നിട്ട് അതിനെ ഒന്നിനെ ദൈവത്തിന് കൊടുക്കുന്നതാ. ദൈവത്തിന് കൊടുക്കണം. ഈ അൾത്താരയിൽ ഒന്നിനെ കൊടുക്കാതെ ഒന്നിന്റെ നേരെ നീ കൈ ചൂണ്ടരുത്. ഉറക്കെ ഞാൻ പറയുന്നു. ഒരു വൈദികനെതിരെയോ ഒരു സമർപ്പിതയ്ക്കെതിരെയോ കൈ ചൂണ്ടാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ജീവന്റെ പങ്കുവയ്പ്പ് നീ നടത്തിയിട്ടുണ്ടോ? സമയത്തിന്റെ പങ്കുവയ്പ്പ്, നിന്റെ അധ്വാനത്തിന്റെ പങ്കുവയ്പ്പ്, നിന്റെ ആരോഗ്യത്തിന്റെ പങ്കുവയ്പ്പ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പങ്കുവയ്പ്പ്, സമയത്തിന്റെ പങ്കുവയ്പ്പൊക്കെ നിങ്ങൾ നടത്തിയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമക്കാർക്കെഴുതിയ ലേഖനം 8:1 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. വിശുദ്ധ പൗലോസ്ലീഹയുടെ വീക്ഷണത്തിൽ ഇങ്ങനെയാണ്, മാമോദീസായിലൂടെ നാം ക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടുത്തോടൊപ്പം സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ മാമോദീസ സ്വീകരിച്ചവരായ നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടണം. എങ്ങനെയാണ് നമ്മൾ മരണത്തോട് ഐക്യപ്പെടുന്നത്? യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ എങ്ങനെ ഐക്യപ്പെടും? പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൽ മുക്കി പൊക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കൊണ്ടിരുന്ന ഉടുപ്പ് തന്നെ ഇട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? അല്ല. കൊച്ചിനെ മുക്കിക്കഴിയുമ്പോൾ എന്നാ ചെയ്യും? വേറൊരു ഉടുപ്പ് ഇടിപ്പിക്കും. അങ്ങനെയല്ലേ? പുതു സൃഷ്ടിയായിട്ട് അതിനെ രൂപപ്പെടുത്തുക. അപ്പോൾ അവൻ്റെ മരണത്തോട് നമ്മൾ താതാത്മ്യപ്പെടുക. നമ്മുടെ ഈ സഹനങ്ങളെക്കുറിച്ച് പരാതി പറയരുത്. നമ്മുടെ ഒരു വീട്ടിൽ ഒരു കുടുംബമാണെങ്കിൽ അവിടെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് എന്താ ഈശോ പറഞ്ഞില്ലേ, ഈ വഴി ഞെരുക്കമുള്ളതാ, ഇത് ഇടുക്കമുള്ളതാ, ഇതിലൂടെ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുടുംബമാകുന്ന ബലിവേദി ബലിയർപ്പിച്ച് നീങ്ങുന്നവരായ നമ്മൾ അവിടെ ബലിയർപ്പകനും ബലിവസ്തുവുമായ യേശുക്രിസ്തുവിനോട് ചേർന്ന് കുരിശിൽ തറയ്ക്കപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ വെച്ചൊരു വാഗ്ദാനം ചെയ്തില്ലേ? ചെയ്തായിരുന്നോ? ചെയ്തു. എങ്ങനെ വരെ ജീവിച്ചോളാന്നാ? കടം വരുമ്പോൾ ഇട്ടേച്ചു പോവാന്ന് പറഞ്ഞായിരുന്നോ? എൻ്റെ താലി വരെ അയാൾ കൊണ്ട് പണയം വെച്ച് ഒട്ടുക്കത്തെ കൂട്ടി കുടിച്ചു. ആടെ കൂടെ നമ്മൾ ജീവിക്കണോ? നിങ്ങളെന്താ അങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കി പറയാം? ഞാനല്ലേ ചോദിച്ചത്. ജീവിക്കണം. മരണത്തോട് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ കുടുംബത്തിലെ സഹന വസ്തുവായിട്ട് ഞാൻ മാറണം. വിശുദ്ധ അൽഫോൻസാമ്മ പറഞ്ഞിരുന്നു,
അതായത് ഇന്ന് എനിക്കൊന്നും സഹിക്കാൻ കിട്ടുന്നില്ലല്ലോ. ഞങ്ങളുടെ സഹസ്ഥാപകയായ ശന്താളമ്മ, അവളെ സഹനത്തിൻ്റെ പുത്രി എന്നാണ് വിളിക്കുന്നത്. ഏറെ സഹിച്ചു. ആദ്യകാലത്ത് ഈ പിതാവിൻ്റെ വാക്ക് കേട്ട് വീടും നാടും ഇട്ടിറങ്ങിപ്പോന്ന ആളാ. ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയി. ഓരോ സഹനം കിട്ടുമ്പോഴും അമ്മ സ്വർഗരാജ്യത്തിലേക്കുള്ള മുതൽക്കൂട്ടായിട്ട് അത് സ്വീകരിച്ചു. ഹല്ലേലൂയ. അത് അമ്മയ്ക്ക് മാമോദീസായിൽ ലഭിച്ച ഈശോയുടെ ആ സ്നേഹവാത്സല്യത്തോട് അമ്മ താതാത്മ്യപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങള്, പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, കടബാധ്യതകള്, തളർച്ചകള്, ഇതെല്ലാം ഈശോയുടെ കൂടി സഹിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരം. മാമോദീസായിൽ ഞാൻ ചെയ്ത പ്രതിജ്ഞ, ഞാൻ അവനോടുകൂടി സംസ്കരിക്കപ്പെടുകയാ, അവനോടുകൂടി മരിക്കുകയാ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ വേദനകളിനെ അമൂല്യ രത്നങ്ങളായിട്ട് സ്വീകരിക്കണം. നീ മാമോദീസ സ്വീകരിച്ചോ, നീ മരിക്കാൻ തയ്യാറാകണം. നീ മരിക്കാൻ തയ്യാറാകണം. റാണി മരിയ സിസ്റ്ററിന് അറിയാമായിരുന്നു, ആ നാട്ടിൽക്കൂടെ ഇന്ന് പോയാൽ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതിനുള്ള സകല പരിപാടികളും ഈ കൂട്ടർ ചെയ്തു വെക്കുന്ന റാണി മരിയ കണ്ടതാ. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ ഈ വഴിയെ കൂടെ ഞാൻ പോയേ മതിയാവൂ, അത് മാറ്റിവെക്കാൻ പാടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിവാഹം വിശുദ്ധമായതിനെ വഹിക്കാൻ നിന്നെ ചേർത്ത് വെച്ചെങ്കിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ അവിടെ സ്വർഗം തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെടാനായി മാമോദീസ സ്വീകരിച്ചവരായ നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുകയാണ്. ഇതുവഴി നാം അവൻ്റെ പുനരുത്ഥാനത്തിൽ, സഹനമില്ലെങ്കിൽ കിരീടമില്ല മക്കളെ. ഇവിടെ കൊണ്ടുവച്ച് നമ്മുടെ വീട്ടിലെ ഇപ്പം മരണത്തെക്കുറിച്ച് പറയുന്ന പേടിയുണ്ടോ? രാത്രിയുടെ യാമം. എന്നാലും ഓർക്കാതിരിക്കാൻ പറ്റും, നമ്മളെല്ലാം മരിക്കണം. ഇത് അവസാന ഒരു വിടവാങ്ങ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഇതാ നിൻ്റെ സൽക്കർമ്മങ്ങളെല്ലാം നീ നന്നായിട്ട് ചെയ്തു, നിൻ്റെ ജീവിതോട്ടം നീ പൂർത്തിയാക്കി, അതിന് ആ നീതിമാന്മാരുടെ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഇതാ നീതിയുടെ കിരീടം നിന്നെ വയ്ക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുഷ്പമുടി. അയ്യോ, ഓരോരുത്തർ അങ്ങോട്ട് നിൽക്കുന്നു പേടിച്ചിട്ട്. ഈ പുഷ്പമുടി നമ്മൾ മേടിച്ചുകൊണ്ട് പോകണ്ടേ? അപ്പം വെറുതെ പറയാൻ പറ്റുമോ? അച്ഛനൊരു പ്രസംഗം പറയണ്ടേ നമ്മളെക്കുറിച്ച്? അപ്പോൾ ഈ ഇരിക്കുന്ന ലിസി ചേച്ചി സഹനത്തിൻ്റെ പ്രിയപുത്രി ആയിരുന്നു. ആയോ ലിസി ചേച്ചിയുടെ പേരറിയാം? എന്നാൽ പോട്ടെ, അച്ചാമ്മ ചേച്ചി സഹനത്തിൻ്റെ പ്രിയപുത്രി ആയിരുന്നു. ഈ ഇരിക്കുന്ന ജോസിയേട്ടൻ കുടുംബത്തിന് വേണ്ടി സഹിച്ചവനാണ് എന്നൊക്കെയൊന്ന് പറയട്ടെ. അതുകൊണ്ട് കുടുംബത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കണം. എന്നിട്ട് നീതിയുടെ പുഷ്പകിരീടവുമായി നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണം. എങ്കിൽ മാത്രമേ സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ആഹ്ലാദത്തോടെ അത് സ്വീകരിക്കുക. അടുത്തത്, ക്രിസ്തുവിനെ ധരിക്കുന്നു. മാമോദീസായിൽ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനെ ധരിക്കുകയാ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാം തിരുവചനം, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നാം അവനെ ധരിച്ചിരിക്കുകയാ. ക്രിസ്തുവിനെ ഞാൻ പൊതിഞ്ഞിരിക്കുകയാ. ഒരു വൈദികനെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ഒരു ലോകയിട്ട അച്ഛനെ കണ്ടു കഴിയുമ്പോൾ അത് അച്ഛനാണെന്നറിയാം, അറിയത്തില്ലേ? ഉടനെ എന്നാ ചെയ്യും? സ്തുതി ചെല്ലും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ല. ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ വണ്ടിയിൽ കണ്ട പിള്ളേർ എഴുന്നേറ്റ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുകൂടെ അവർ നല്ല സുഖമായിട്ട് അവരിയ്ക്കും. കാലഘട്ടം അങ്ങനെയാണ്. ഇത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഒരു വൈദികൻ ആ വൈദികൻ്റെ വൈദിക വസ്ത്രം അണിഞ്ഞിരിക്കുന്നത്. ഒരു സമർപ്പിത ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അത് ലോകത്തിൻ്റെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാ ഈ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ചുമ്മാ ഇരുന്നാൽ കിട്ടുമോ? ചുമ്മാ കിട്ടുകയല്ല. നിങ്ങൾ മരിച്ച് നിങ്ങളെ അടക്കുന്ന സമയത്ത്, അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചു കഴിയുമ്പം പ്രിയപ്പെട്ട അമ്മച്ചിമാരെ ഉടുപ്പിക്കുന്നത് ഏത് സാരിയാണെന്നറിയാവോ? ഉണ്ടെങ്കിലല്ലേ. അതൊന്നും ഇല്ല. അതൊക്കെ അന്നത്തെ ചുണക്കെടുത്ത് ഇപ്പോൾ അതിൻ്റെ പൊടി പോലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. വിശുദ്ധ പത്താം പീസ് പാപ്പ തൻ്റെ ആദ്യ പട്ടം, അതായത് എൻ്റെ ആദ്യത്തെ ബലിക്ക്, അതായത് പരിശുദ്ധ കുർബാനയുടെ ആദ്യ പുത്തൻ കുർബാനയ്ക്ക് ഈ പിതാവിനെ
കാപ്പയായിട്ട് കൊടുത്തത് അമ്മയുടെ മന്ത്രകോടിയിൽ നിന്ന് നെയ്തെടുത്ത കാപ്പയായിരുന്നു പരിശുദ്ധ 10-ാം പീയൂസ് പാപ്പ ഉപയോഗിച്ചതെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അത് നമ്മളൊക്കെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിനെ ധരിച്ചവനായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റൊരു രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് അസിസിയെ വിളിക്കുക. ഫ്രാൻസിസ് അസിസി തൻ്റെ ആ പ്രഭുത്വത്തിൻ്റെതായിട്ടുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ചാക്കെടുത്തെടുത്ത്, ഒരു കയറ് വരയ്ക്ക് ചുറ്റി, ഒരു പാത്രമെടുത്ത്, ഇതാ വല്ലവരും കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ രുചി മാറാൻ വേണ്ടി മണ്ണും കല്ലും അതിനകത്ത് വാരിയിട്ട് അത് ആസ്വദിച്ച് ഭക്ഷിച്ചു. ദാരിദ്ര്യത്തെ എൻ്റെ സഹോദരി എന്നാ വിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒന്നും കേട്ടിട്ടില്ല, നിങ്ങളിങ്ങനെ അന്തം വിട്ടിരിക്കണേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം വീട്ടിൽ ഇച്ചിരി കറിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വില കെട്ടത് വല്ലതും പറയാവോ? ജെറമ്യയുടെ പുസ്തകം 15:19 പറയുന്നുണ്ട്, വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ എൻ്റെ നാവ് പോലെ നിൻ്റെ നാവിനെ ഞാൻ ആക്കും. അപ്പം കർത്താവിൻ്റെ നാവ് പോലെ ആകണം നമ്മുടെ നാവ്. ഇച്ചിരി കറിക്ക് എരിവ് കൂടി, കറിക്ക് ഉപ്പ് കൂടി, മായും പൂയും കൂട്ടി വിളിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. പുതിയ സൃഷ്ടിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നമ്മൾ മാറുകയാണ്. മാമോദീസായിലൂടെ നമ്മൾ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, ഒരു പുതിയ സൃഷ്ടിയായിട്ട്, അതായത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:16 ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഒരു പുതു സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം. നിന്നിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായൊരു ഹൃദയം സ്ഥാപിച്ചിരിക്കുക. ഒരു പുതു സൃഷ്ടിയായിട്ട് നിന്നെ രൂപപ്പെടുത്തി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയുടെ പുക്കിൾ കൊടിയുമായിട്ട് ബന്ധിച്ചല്ലേ കൊച്ചു കിടക്കുന്നത്? ആണോ അല്ലയോ? അതെ. അപ്പം ഈ കൊച്ചിനെ ആ പുക്കിൾക്കിടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ബന്ധമൊക്കെ വേർപെടുത്തി ഈ കൊച്ചിനെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനെ ഒത്തിരി അവിടെ ഇട്ട് വിഷമിപ്പിക്കല്. അതിനെ എത്രയും പെട്ടെന്ന് ആത്മീയ ആ നിറവിലേക്ക് കൊണ്ടുവരാൻ ഒരു സഭയുടെ നിയമപ്രകാരം ഒരു 5-6 ദിവസം അല്ലെങ്കിൽ 3-4 എത്രയും പെട്ടെന്ന് അതിനെ മാമോദീസ മുക്കണം. എത്രയും പെട്ടെന്ന് മാമോദീസ മുക്കണം. സഭയുടെ സന്താനമായിട്ട് അത് ജനിക്കണം. അതുകൊണ്ട് ഇനി മാമോദീസ ഏറ്റവും ആഘോഷമായി കുദാശയാക്കി നിങ്ങൾ മാറ്റണം. ഏറ്റവും ആഘോഷമായി കുദാശയും മാമോദീസായും. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ മാലപ്പടക്കം പൊട്ടിക്കാനും കുടിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഈ നാട്ടിലുണ്ടോയെന്ന് അറിയാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാണേലും മരിച്ചാലും ജീവിച്ചാലും ഈ 2 കുപ്പിയില്ല, അതൊരു പരിപാടിയില്ല. അപ്പോൾ കുപ്പിയാണ് നമ്മുടെ പ്രധാനം. അതുകൊണ്ട് കുപ്പിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനെ ആഘോഷമാക്കി, ഈ കുദാശ ആഘോഷമാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഏറ്റവും ഈ കുദാശയാണ് പ്രാരംഭ കുദാശ. എല്ലാ കുദാശകളുടെയും ആരംഭം ഇവിടുന്ന. മാമോദീസ മുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ക്രൈസ്തവനായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല, ഒരു വൈദികനാകാൻ പറ്റുകയില്ല, ഒരു മെത്രാനിഷ്യനാകാൻ പറ്റുകയില്ല, ഒരു സമർപ്പിതയാകാൻ പറ്റുകയില്ല, നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ പാപത്തിനും നിന്നെ ശുദ്ധീകരിക്കുക മാത്രമല്ല, ഒരു പുതു സൃഷ്ടിയായിട്ട് ദൈവത്തിൻ്റെ ദത്തുപുത്രനായിട്ട് നിന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതുവഴി ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരുകയാണ്. മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവമായി തീർന്ന ഒരു ചാക്കോച്ചൻ എങ്ങനെയാ ചില സമയം ഈ മനുഷ്യൻ്റെ രീതിയിലുള്ള കാടത്തം കാണിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തുമാത്രം കാടത്വമാണ് ഇന്ന് കാണിച്ചു കൂട്ടുന്നത്. എന്തുമാത്രം കാടത്തം, എന്തുമാത്രം നീചമായ പ്രവൃത്തിയാണ് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ പ്രശ്നമല്ല എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി നമ്മളങ്ങ് ജീവിച്ചാൽ മാത്രം പോരാ. എൻ്റെയും കൂടി കാര്യമാണ്. ഒരിടത്തൊരു വ്യക്തി വേദനിക്കുമ്പോൾ, ഒരു കുടുംബം വേദനിക്കുമ്പോൾ, ഒരു മകൻ വേദനിക്കുമ്പോൾ, മകള് വേദനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെഞ്ച് പിടയണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ജോബ് 42:10. ജോബ് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഐശ്വര്യം ഇരട്ടിയായി തിരികെ കൊടുത്തു. നിങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോശ മലമുകളിലേക്ക് കയറിയിട്ട് മോശ കരങ്ങൾ ഉയർത്തി എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നോ ആ സമയത്തെല്ലാം ഇസ്രായേൽ ജനം വിജയം നേടി. മോശ എപ്പോൾ കൈ താത്തോ അപ്പോൾ അവർ തോറ്റ് തുന്നക്കം പാടി. അതുകൊണ്ട്
അതുകൊണ്ട് മോശയുടെ കൈ താഴാതിരിക്കാൻ വേണ്ടി അഹറോനും കൂട്ടരും കൂടി എന്ത് ചെയ്തു? കല്ലെടുത്ത് തടയായിട്ട് വെച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തണം. സിസ്റ്റർ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കൗൺസിലിങ്ങിനായിട്ടൊക്കെ പോകും. കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്, BA-ക്കും BSc-ക്കും പല ഡിഗ്രികൾക്കൊക്കെ പഠിക്കുന്ന ആൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ പറയാൻ പറ്റില്ല. കുട്ടികളെ പറയാൻ പറ്റത്തില്ല. അതുപോലെ അവരുടെ മനസ്സ് മരവിച്ചിരിക്കുക. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും ദൂരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പാവപ്പെട്ട മാതാപിതാക്കൾ ഇത് അറിയുന്നില്ല. ഒരുപാട് യുവതി യുവക്കന്മാരെ കണ്ടുമുട്ടുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ അവരുടെയൊക്കെ ഹൃദയം ദൈവത്തിൽ നിന്നും ദൂരെയാണ്. നമ്മുടെ ക്രൈസ്തവ കുഞ്ഞുങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. എത്ര പറഞ്ഞാലും, എന്നെല്ലാം അവരോട് പറഞ്ഞാലും, പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. അതേസമയം മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവർ കൗൺസിലിങ്ങിനായിട്ട് വന്നു കഴിയുമ്പോൾ, മോനെ നിൻ്റെ അവസ്ഥ ഇതാ, ദൈവം ഇത് കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവർ ജ്വലിക്കുന്നത് കാണാം. ഇതെങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഞങ്ങളോട് സംസാരിക്കുന്നത്? പല കുട്ടികളും ഇരുന്ന് കരയുന്ന കണ്ടിട്ടുണ്ട്. അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പല കുട്ടികളും അവരുടേതായ ജീവിതത്തിൻ്റെ അവസ്ഥ പരിശുദ്ധാത്മാവ് തുറന്ന് കാണിക്കുമ്പോൾ അവരിരുന്ന് കരയുന്നതും അനുദപിക്കുന്നതും, സിസ്റ്റർ ഇനിയും മേലാ ഞാനിത് പ്രവർത്തിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് എത്ര പറഞ്ഞാലും ഉറച്ച പാറ പോലിരിക്കുന്നത് കാണാം. സഭയെന്ന് പറയുമ്പോൾ ഈശോ മിശിഹായുടെ ഭൗതിക ശരീരമാണ്. ആ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. അവിടെ ഈശോയ്ക്ക് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാ അവകാശം നമുക്കാണ്. ഈശോ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഒരു കുരിശിലൂടെയുള്ള ഒരു ജീവിതമാണ്. അതാ അവൻ്റെ സ്വത്ത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുരിശ് കാണുമ്പം പിന്തിരിഞ്ഞോടരുത്. ആ കുരിശിലൂടെ ഒരു രക്ഷയുണ്ടെന്നുള്ള ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2 ലേഖനം 5:17, ഗലാത്യ 4:5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം അതിസ്വാഭാവിക ജീവിതം നയിക്കേണ്ട വ്യക്തികളാണെന്നുള്ള ആ ഓർമ്മപ്പെടുത്തലാണ് വേണ്ടും. 6-മതായിട്ട് നമ്മൾ കാണുന്നത് സഭാത്മക ജീവിതം നയിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന വലിയൊരവസ്ഥ. മാമോദീസ എന്ന കുദാശയിലൂടെ സഭാത്മക ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കൃപ ലഭിക്കുക. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി തനിക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവൻ്റെ സ്വന്തമാകുകയും അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ അംഗമായി തീരുകയും ചെയ്യുന്നു. അത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1269 ഖണ്ഡികയിൽ അത് ചേർത്ത് വച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2 ലേഖനത്തിൻ്റെ 5:15 പഠിപ്പിക്കുന്നതും. മാമോദീസ സഭയിലേക്ക് ഉൾച്ചേർക്കുകയാണ് നമ്മളെ. മാമോദീസ തൊട്ടിയിൽ നിന്ന് പുതിയ ഒരു ഉടമ്പടിയുടെ ജനം പിറക്കുകയാണ്. ഈ പട്ടം കൊടുക്ക ശുശ്രൂഷയെ കണ്ടിട്ടില്ലേ? വൈദികാർത്തി അർച്ചിഡിക്കനോടൊപ്പം മാമോദീസ തൊട്ടി പോയി മുത്തുന്ന് കണ്ടിട്ടുണ്ടോ? പട്ടം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയാ പോയി ആ വൈദികാർത്തി ആ മാമോദീസ തൊട്ടി മുത്തിയിട്ട് വരുന്നേ? എൻ്റെ ദൈവമേ, എന്തിനു വേണ്ടിയാ? ഇത് പട്ടവും കണ്ടിട്ടില്ല, അച്ഛന്മാരാകുന്നതും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കണ്ണുമൊഴിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആത്മീയ സന്താനങ്ങളെ, സഭാ സന്താനങ്ങളെ ജനിപ്പിക്കാനുള്ള ആ കൃപ, അതിനു വേണ്ടിയിട്ടുള്ള ആ ശക്തി ഈ മാമോദീസ തൊട്ടിയിൽ നിന്നാണ് ആത്മീയ സന്താനങ്ങൾ ജന്മമെടുക്കേണ്ടത്. ആ കൂദാശ പരികർമ്മം ചെയ്യാനുള്ള കൃപ, ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് ഒരു വൈദികൻ്റെ ജീവിതമെന്ന് പറയുന്നത്, ഒരു വൈദികനെ ദൈവം വൈദികനാക്കി മാറ്റിക്കഴിയുമ്പോൾ ഇത്ര വലിയൊരു ശക്തിയും ഇത്ര വലിയൊരു കൃപയും ഇത്ര വലിയൊരു എന്താ പറയണത്, ഇതിപ്പരം ഒരു കൃപ കൊടുക്കാൻ മറ്റൊന്നുമില്ല. ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കാനുള്ള കൃപ, കൂദാശ അർപ്പിക്കാനുള്ള ആ വലിയ കൃപ, വചനം വ്യാഖ്യാനിക്കാനുള്ള, അതായത് ഒരു വ്യക്തി മാമോദീസായിലൂടെ സഭയുടെ സന്താനമായി തീരുമ്പോൾ ഒരു വൈദികൻ, ഒരു വ്യക്തി ജനിക്കുന്ന സമയം മുതൽ ആ വ്യക്തി മരിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന അവസരം വരെയുള്ള ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഈ വൈദികൻ്റെ കരങ്ങളാണ് നമ്മുടെ മേൽ ഉയർന്നു നിൽക്കുന്നത്. ആ ആശീർവാദം, ആ ബലിയർപ്പണം വല്ലപ്പോഴും ഓർക്കാറുണ്ടോ?
ഇടവക വികാരിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? എൻ്റെ ഈശോയെ, കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് ബലിയർപ്പിക്കുന്ന എൻ്റെ ഇടവക വികാരിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിരളയിൽ എണ്ണാനില്ല. ഇടവക വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നേ? ഒന്നും ചോദിക്കാണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. ജവമാലയിലെ ഒരു രഹസ്യം, പറ്റുമെങ്കിൽ ഒരു കരുണക്കൊന്ത, ഒരു ജവമാല വൈദികർക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെക്കണം. നമ്മുടെ മക്കൾ വൈദികരുണ്ടെങ്കിൽ അവരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണോ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഇടവക വികാരിയെ ഞാൻ സ്നേഹിക്കണം. അതുപോലെ തിരുസഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി, നമ്മുടെ ഈ പ്രാദേശിക സഭയാകുന്ന ഈ സഭയെ നയിക്കുന്ന അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. അതിന് നമ്മളെ മുൻകൈ എടുക്കേണ്ടത് മറ്റു വല്ലവരും അല്ല, നമ്മൾ മുൻകൈ എടുക്കണം. പ്രൈസ് ദി ലോർഡ്.